നല്ല ഫുഡാണ്. ഞാൻ മേഴ്സി കോളേജിലെ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇവിടെ കുറേ ടൈം വന്നിട്ടുണ്ട്. കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടുത്തെ ബിരിയാണി അത് തന്നെയാണ് ഏറ്റവും സ്പെഷ്യൽ. ബെസ്റ്റ് സ്പോട്ടാണ്. ഇവള് പറഞ്ഞിട്ടാണ് ഈ സ്പോട്ട് എനിക്ക് അറിയണത്. അടിപൊളി ബിരിയാണിയാണ്. പൈസ കൊടുത്താൽ ലാഭമാണ്. അത്ര അടിപൊളി. ചിക്കൻ ബിരിയാണി 50, ബീഫ് ബിരിയാണി 40, പിന്നെ ബിരിയാണി റൈസ് 25, അങ്ങനെയൊക്കെ തുടങ്ങിയത്. ഇപ്പോ ചിക്കൻ ബിരിയാണി പാർസൽ 130, ബീഫ് ബിരിയാണി പാർസൽ 130, കഴിക്കാനാണെങ്കിൽ 125. അങ്ങനെ കൊടുത്താലേ മുതലാവുള്ളൂ. എന്താട്ടെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിടാറ്. ഏത് സാധനവും ഫസ്റ്റ് ക്വാളിറ്റിയെ വാങ്ങിക്കുള്ളൂ, അല്ലാതെ വില കുറഞ്ഞത് നോക്കി വാങ്ങിക്കില്ല. അപ്പം ആദ്യം കണ്ടില്ലെങ്കിൽ പഠിച്ചവും കാണുമല്ലോ, നമ്മൾ അതിനെ കണക്കാക്കണം. അപ്പൊ മാർക്കറ്റിൽ അന്വേഷിച്ചാൽ ഞങ്ങൾ വാങ്ങിക്കുന്നത് നല്ല സാധനം തന്നെ. 10 രൂപ കൂടുതൽ നല്ലത് കൊടുക്കുക. ചെറുതായി തുടങ്ങിയത് തന്നെയാണ്. ജീവിച്ചു പോകാൻ ഒരു മാർഗം അത്രയും. അൽഹംദുലില്ലാ റാഹത്താണ്. ഇപ്പൊ റാഹത്താണ്. ഇന്ന് വരെ ഞാൻ നാളെ പഠിച്ചെന്ത് വിചാരിച്ചിരിക്കണമെന്ന് അറിയില്ല. ഇന്ന് വരെ റാഹത്താണ്. ഞങ്ങള് രണ്ടുപേരും തന്നെ മെയിന്. പിന്നെ ഇളയച്ചനുണ്ട്. പിന്നെ നിൽക്കണ ആൾക്കാർ കുടുംബക്കാരാണ്. മക്കളും ഡെയിലി ബിരിയാണി തന്നെ കഴിക്കും. എൻ്റെ ചെറിയ മാനിക്ക് ബിരിയാണി തന്നെയാണ് ഇഷ്ടം. അവൻ ഇതൊന്നും കഴിക്കില്ല, സാധാ ചോറ് കഴിക്കില്ല. മക്കളും കൂടുതൽ ബിരിയാണി തന്നെ കഴിക്കും. മേഴ്സി കോളേജ് കുട്ടികളാണ് കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്തത്. അവരിപ്പോഴും വരുന്നുണ്ട്. പഴയ വിദ്യാർത്ഥികളും ഇപ്പോൾ വരുന്നുണ്ട്. ഭർത്താവും മക്കളുമായിട്ട് വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് പോയാലും അവർ എവിടെ ഇരുന്നാലും ലീവിൽ വന്ന് അവിടെ വന്ന് കഴിക്കാറുണ്ട്. പാലക്കാട് ജില്ലയിൽ മേഴ്സി ജംഗ്ഷൻ തന്നെയാണ് ഇതിന് പറയാറ്. പാലക്കാട് ജില്ലയിൽ മേഴ്സി കോളേജിന്റെ ഓപ്പോസിറ്റ് ചൂടുള്ള റാവുത്തർ ബിരിയാണി. ഒരു ഫാമിലി ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് കേട്ടോ. ഒരു ഇക്കിയും താത്തിയും അവരും മക്കളും എല്ലാം പാടെ ചേർന്നുണ്ടാക്കുന്ന ഒരു ബിരിയാണി. 14 വർഷമായിട്ടാണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മേഴ്സി കോളേജിലെ കുട്ടികളാണ് കൂടുതലും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. 10 മിനിറ്റ് വൈകിയാൽ നമ്മൾ നന്നായിട്ട് ചെയ്തിട്ട് കൊടുക്കും. ചില ദിവസങ്ങളൊരു 12-1 മണിയാകും. എന്നാലും അത് ചെയ്തിട്ടേ കൊടുക്കും. കിട്ടിയത് മതി. നമുക്ക് ആർക്കും ബോധിപ്പിക്കാനില്ല. ഉള്ളത് വൃത്തിയായി കൊടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് വെക്കുന്ന ബിരിയാണി നാളെ 8 മണിയുടെ ഗ്യാരണ്ടി. ഫ്രിഡ്ജിലും വെക്കണ്ട, എവിടെയും വെക്കണ്ട. ആരും തിരക്കൂട്ടിയാലും നമുക്ക് തിരക്കില്ല. കസ്റ്റമേഴ്സും തിരക്കുണ്ടാവും. അത് നമ്മൾ പറയും നമ്മുടെ സമയം. എന്താ വൈകിയാലും ബിരിയാണിയിൽ ക്വാളിറ്റി ഒന്നും വ്യത്യാസപ്പെടുത്താതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചൂടുള്ള റാവുത്തർ ബിരിയാണി പ്രത്യേക മണവും ഗുണമാണിത്. പക്ഷെ റാവുത്തർ ബിരിയാണി എന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് അതിന്റെ പക്ക അല്ലേ? അതെ. പാലക്കാടാണ് റാവുത്തർ ബിരിയാണി ശരിക്കും കിട്ടുക. നല്ല ചിക്കൻ ചില്ലി ഉണ്ട് കേട്ടോ. ക്വാർട്ടറിന് 120 ഉറുപ്പിക ഉള്ളൂ. ഒന്നും പറയാനില്ല, സജസ്റ്റ് ചെയ്യാം. ആരോടും പറയാം, നേരം കൂട്ടോട് പാലക്കാടൻ റാവുത്തർ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വരണം. സാധാരണ ഇതിൻ്റെ ഇപ്പം കായച്ചാറാണ് കിട്ടുക. പക്ഷെ കായച്ചാറില്ല, ഇത് ചിക്കൻ ഗ്രേവി. എൻ്റെ ഒരു ഗ്രേവി കുറച്ച് ഒഴിച്ച് നോക്കാം. ഇതുണ്ട് പിന്നീട് കണ്ടോ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നു ഭക്ഷണം കഴിക്കാൻ. ബിരിയാണി തിന്നിട്ട് ഇങ്ങനെ നാവ് ഇങ്ങനെ മട്ടിക്കുമ്പോൾ അത് ലേശം മാങ്ങച്ചാറ്. 10-14 വർഷമായിട്ട് നിലനിൽക്കണം എന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇത്ര തിരക്കും കാണുന്നുണ്ടെങ്കിൽ അരിയൊക്കെ കൊടുക്കുന്നുണ്ട്. ചാക്കണക്കിനാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ആ തൊലിച്ച് വെച്ചിരിക്കുന്നതും ഒക്കെ കാണാൻ നല്ലൊരു വൃത്തിയോടെയാണ് അവർ ചെയ്യുന്നത്. നല്ല ഭക്ഷണം കൊടുക്കാമെന്നുള്ളതാണ് അവരുടെ മനസ്സിന്റെ തീരുമാനം. അതാണ് ചിക്കന്റെ കാല് കിട്ടുക എന്ന് പറഞ്ഞതൊരു സന്തോഷമാണ് ബിരിയാണിയിൽ. സ്മൂത്ത് ചിക്കൻ കേട്ടോ. സൂപ്പർ ബിരിയാണി. നമ്മുടെ വീട് കാണുന്ന ഒരുപാട് പേർക്ക് ഡൗട്ടുകളുണ്ട് ലൊക്കേഷന്റെ. ആദ്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇതിന്റെ ലൊക്കേഷൻ ആണ് പാലക്കാട് ജില്ലയിൽ മേഴ്സി കോളേജിന്റെ ഓപ്പോസിറ്റ് ആണ് SM ബിരിയാണി ഉള്ളത്. എല്ലാവരും വരിക, കഴിക്കുക, അടിപൊളിയാക്കുക. സൂപ്പർ.